തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ജില്ലാ നേതൃത്വത്തിനെതിരെ അമർഷം. DCCയുടെ മതിലിൽ TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരായ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ, അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പൊട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. ബിനിൽ, തീർച്ചയായും തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പരാജയം BJPയുടെ വിജയം വലിയ പൊട്ടിത്തെറിയിലേക്ക് തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ഇപ്പം നാം കാണുന്നത് തൃശ്ശൂർ DCC ഓഫീസാണ്. ഇതിന് തൊട്ട് താഴെ മതിലിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് അതുപോലെ തന്നെ TM പ്രതാപനുമൊക്കെതിരെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഉടൻ തന്നെ ഓഫീസിലെ ജീവനക്കാർ എത്തി അത് കീറിക്കളഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് വിൻഡോയിലിട്ട് കാണിക്കാം എന്ന് തോന്നുന്നു. നേരത്തെ ഇന്നലെ വൈകിട്ടോടുകൂടി കെ മുരളീധരൻ തൻ്റെ വിടവാങ്ങൽ വാർത്താ സമ്മേളനം നടത്തി ഇവിടെ നിന്ന് പെട്ടിയുമെടുത്ത് കോഴിക്കോട്ടേക്ക് പോയി തൃശ്ശൂരിലേക്ക് ഇല്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇവിടുത്തെ പ്രതിസന്ധികൾ രൂക്ഷമായത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തേർമി രാമകൃഷ്ണൻ പറഞ്ഞത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ BJPയുടെ വിജയം ഇവിടെ ഉണ്ടാക്കും. ഇരു മുന്നണികളിലും, അതായത് ഇടത് വലത് മുന്നണികളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഇവിടുത്തെ BJPയുടെ വിജയം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പരിശോധിക്കേണ്ട സ്ഥിതി ഉണ്ട് എന്നാണ്. അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെ 4ഓളം പേർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം DCC ഓഫീസിന് മുമ്പിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിൽ MP TM പ്രതാപനും അതുപോലെ തന്നെ ജോസ് വള്ളൂരിനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം, അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള ഒരുക്കത്തിലാണ് യൂത്ത് കോൺഗ്രസ്. അതുപോലെ തന്നെ കെ മുരളീധരനെ അനുകൂലിക്കുന്നവർ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂരിലെ കോൺഗ്രസിനകത്ത് കുറേ ശാന്തമായി പോവുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തോടുകൂടി അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പോസ്റ്ററിൽ തുടങ്ങി യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതികരണങ്ങളിലൂടെ അത് വലുതായി പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ വലിയ രീതിയിൽ എതിർപ്പുമായി രംഗത്ത് വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. BJPയുടെ വിജയം എന്നതിനും അപ്പുറത്തേക്ക് BJPയുടെ വൻ ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നത്. കെ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് എത്തിച്ചേർന്നിട്ടും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു എന്നതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. TM പ്രതാപനും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഒരു വിഭാഗം നടത്തുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പരസ്യമായി തന്നെ DCC ഓഫീസിന് മുമ്പിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തും. അതിനുശേഷം വലിയ പ്രതിഷേധ പരിപാടികൾക്കാണ്, നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം അരങ്ങൊരുക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ ബുള്ളറ്റിൽ ബില്ലിനോട് പറഞ്ഞു തൃശ്ശൂർ വലിയ ഒരു വാർത്താ കേന്ദ്രമാകും. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, കോൺഗ്രസിനകത്തെ പൊട്ടിത്തെറി വലിയ രൂപത്തിൽ വ്യാപിക്കുകയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ആയി എത്തുന്നതോടുകൂടി ആ മേഖലയിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ തൃശ്ശൂർ ഒരു വലിയ വാർത്താ കേന്ദ്രമായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ബില്ല് വ്യക്തമാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ പൊട്ടി തുടങ്ങിയിരിക്കുകയാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് ഉൾപ്പെടെ എത്തും. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തും. DCC നേതൃത്വത്തിനെതിരെ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്തത്.